അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ദ കാസ്റ്റവേ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചാപ്റ്ററിലേക്ക് നോക്കാം. ദ ബാറ്റിൽ ഓഫ് ദ ഗോഡ്സ് ആൻഡ് ഡിമൺസ് ബിഗൺ ഇൻ ദ ഈവനിങ്. ദ റോറിംഗ് സ്റ്റോം, ദ പവറിംഗ് റെയിൻ, ദ ബ്ലഡ്ജനിങ് thunder and lightning and the black clouds all their part. The Ganges was furious and one could hear nature's screams, sighs and groans everywhere. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ ഗ്രാമത്തിൽ വൈകുന്നേരമായപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതായത് നല്ല നല്ല പേമാരി കണക്ക് പെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇടിമിന്നലും അതുപോലുള്ള ആ സൗണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ റൈറ്റർ കമ്പയർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആകാശത്ത് അല്ലെങ്കിൽ ആകാശത്തിന് മുകളിൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. അതിൻ്റെ എഫക്റ്റാണ് ഇതൊക്കെയെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. In one of the river-side houses of Chandarnagar, an endless verbal battle was going on between Sharat and his wife Kiran about her staying in the house. Kiran fell seriously ill, making everyone in her native village terribly anxious. The whole village advocated for a change necessary for her and to be taken to her own home. But Sharat and his mother gave more importance to their darling than the wisdom of the village. അപ്പോൾ ഈ മുകളിൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് താഴെ ഈ ചന്ദൻ നഗറിൽ റിവർ സൈഡിലുള്ള ഒരു വീട്ടിൽ എന്താണ് നടക്കുന്നത്, ഒരു വെർബൽ ബാറ്റിൽ അല്ലെങ്കിൽ വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഒരു വഴക്ക് നടക്കുന്നത് ശരത്തും ശരത്തിൻ്റെ വൈഫായ കിരണും തമ്മിലാണ്. അതായത് കിരണ് സീരിയസ് ആയിട്ട് എന്തോ വയ്യാതെ. അപ്പോൾ വില്ലേജ് മൊത്തം പറഞ്ഞു കിരണിന് കുറച്ച് ദിവസം ചേഞ്ച് വേണം, അവളുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്നൊക്കെ വില്ലേജ് മൊത്തം പറഞ്ഞു. പക്ഷേ ശരത്ത് ഇതിന് തയ്യാറായില്ല. ശരത്തിനെ സപ്പോർട്ട് ചെയ്ത് ശരത്തിൻ്റെ അമ്മയെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ശരത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ കൊണ്ടാകാൻ പറ്റത്തില്ല, ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ശരത്തിൻ്റെ ഒപ്പീനിയൻ. ദ ഡോക്ടർ ആൾസോ തിങ്സ് ദാറ്റ് യു ഷുഡ് സ്റ്റേ ഹിയർ എ ഫ്യൂ മോർ ഡേയ്സ് ടു റിട്ടേൺ ഹോം സ്ട്രോങ് അഗെയിൻ. അപ്പോൾ ശരത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ അല്ല, ഡോക്ടറും പറയുന്നത് എന്താണ്, നീ ഇവിടെ കുറച്ച് ദിവസം നിന്ന് ഇതൊക്കെ റിക്കവർ ആയതിനു ശേഷം നിനക്ക് വീട്ടിലോട്ട് പോകാം എന്നാണ് ഡോക്ടറും പറഞ്ഞത്. Your doctor knows everything. Let him know that a recovered person never needs further medicated recovery. I can go home right now. അപ്പോൾ കിരൺ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡോക്ടർക്കെല്ലാം അറിയാമല്ലോ, അദ്ദേഹത്തിന് മനസ്സിലാക്കണം എന്താ, ഒരു റിക്കവേർഡായ അല്ലെങ്കിൽ ഒരു സുഖം പ്രാപിച്ച മനുഷ്യന് വീണ്ടും ഫർദറായിട്ടുള്ള മെഡിക്കേറ്റഡ് റിക്കവറി ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ വീണ്ടും ഫർദറായ ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, എനിക്കിപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ പോവാം. നോ, now you know that all sort of illness have eluded from here. Now I suppose everyone here should be perfectly well in this storm. Sharat looked at her face. She still appeared to be very weak. His heart sank and thought of how narrowly she had escaped death. അപ്പോൾ അവിടെ വീണ്ടും അവർ തമ്മിൽ ആർഗ്യൂ ചെയ്യണം. അതായത് ശരത്ത് വീട്ടിലോട്ട് വിടില്ലാന്ന് കിരണിന് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ശരത്ത് അതിന് ശേഷം കിരണിൻ്റെ ഫേസിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ കിരൺ ഇപ്പോഴും നല്ല വീക്കാണ്. നമുക്ക് ശരത്ത് നോക്കിയിട്ട് ശരത്ത് മനസ്സിലാക്കിയാണ് കിരൺ ഇപ്പോഴും നല്ല വീക്കാണ്. അപ്പോൾ അയാൾ ഇത്ര നാരോട്ട് അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ ചെറിയൊരു ഭാഗ്യത്തിലാണ് കിരണിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതൊക്കെ ആലോചിച്ച് കിരണിനെ തൻ്റെ അടുത്തൊന്ന് പറഞ്ഞു വിടാനുള്ള മനസ്സ് ശരത്തിനില്ല. കിരൺ ഹാഡ് എൻജോയ്ഡ് ബീയിങ് വിത്ത് ദ വില്ലേജേഴ്സ് ടീമിങ് വിത്ത് ഫൺ, ബട്ട് Here in the riverside, she could not tolerate with the heavy burden of doing nothing. That was their point of discussion. He lost his spirit when she suddenly stopped responding and turned her head away. അപ്പോൾ കിരണിൻ്റെ വില്ലേജിലാണെങ്കിൽ ബാക്കിയുള്ള വില്ലേജേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നത്, അങ്ങനെ നല്ല ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ കിരണിന് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇവിടെ ഈ റിവർ സൈഡിൽ കിരണിന് പ്രത്യേകിച്ച് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ശരത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കിരൺ ഇതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാതെ തലയിരിക്കുന്നുണ്ട്. അപ്പോൾ ശരത്തിന് എന്തോ ഒരു അതിരി വല്ല അയിമയായി, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ദേഷ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു. He heard a call and went outside to see a young boy in the garden, a survivor from an upturned boat in the storm. Immediately Kiran showed her hospitality, giving him dry clothes to change and milk to drink. After he had settled down, she asked his whereabouts. His name was Nilkanda, belonged to a theoretical group. Their boat perished in the storm while they were going to stage a play in the neighboring villa. He said
he had no idea about the others. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശരത്ത് വെളിയിൽ നിന്നൊരു വിളി കേട്ടു. അങ്ങനെ വെളിയിലോട്ട് പോവുകയാണ്. അവിടെ ഒരു യങ് ബോയ് നിൽപ്പുണ്ട്. അയാളിങ്ങനെ എന്താ ഒരു സർവൈവറാണ്. അതായത് ഈ പുഴയിൽ ഒരു ബോട്ട് മറിഞ്ഞ് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളാണ് നമ്മുടെ യങ് ബോയ്. അപ്പോൾ കിരൺ അപ്പം തന്നെ അവരുടെ മനുഷ്യത്വമൊക്കെ കാണിച്ചു. ഡ്രൈ ക്ലോത്ത്സ് കൊടുത്തു, കുറച്ച് മിൽക്ക് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഈ ബോയെ പറ്റി തിരക്കുകയാണ്. അപ്പോൾ ബോയ് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ പേര് നീൽകണ്ഠ എന്നാണ്, ഞാൻ ഒരു തിയററ്റിക്കൽ ഗ്രൂപ്പിലെ അംഗമാണ്, ഞാൻ ഇവിടെ അടുത്തൊരു പ്ലേ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ബോട്ട് മറഞ്ഞു. പക്ഷേ എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നവർ അവർക്ക് എവിടെയാണെന്ന് എനിക്ക് അറിയാം, ഒരു ഐഡിയ ഇല്ല. ദ ബോയ് ടേൺഡ് ഔട്ട് ടു ബി എ ബൂൺ to everyone there. Kiran had a warm interest in him as he swam out from the clutches of death. Sharath and his mother were happy as Kiran should stay longer there. Nilkantha also was delighted to escape from his master and be a part of a wealthy family. അപ്പോൾ ആ ബോയ് വന്നതോടുകൂടി അവിടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ആയിട്ടാണ് എല്ലാവരും കണ്ടത് ബോയെ. കാരണം കിരണിന് ആ ബോയ് ഇങ്ങനെ പരിചരിക്കുന്നതിലും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിലുമൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്. അവിടെ നിൽക്കുന്നുണ്ട്. ശരത്തിന് മദറിന് കിരൺ ഇപ്പോഴൊന്നും പോകത്തില്ലല്ലോ, ബോയ് ഉള്ളതുകൊണ്ട് കിരൺ ഇപ്പോഴൊന്നും പോകത്തില്ലല്ലോ എന്നൊരു സമാധാനമുണ്ട്. നീലകണ്ഠയ്ക്കാണെങ്കിൽ എന്താണ്, അയാളുടെ മാസ്റ്ററിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വെൽത്തി ഫാമിലിയിൽ വന്നു ചേർന്നതിൻ്റെ സന്തോഷമുണ്ട്. But in a short while, Sharath and his mother began to rethink and longed for his departure. He developed a vast friendship band of naughty boys which didn't allow any fruit to get ripened in neighborhood. His friendship with the village mongrel dog turned the house upside down. But Kiran alone found happiness in supporting the boy. All the warning of Sharath went in vain. She provided him clothes in abundance. She would always call him for his theoretical presentations, and the afternoon hours passed merrily. Sharath had a cordial dislike towards the boy. Though the boy often got his ears boxed and pulled by Sharath, there was no notable change. He strongly believed the world was made up of eatings and beatings, in which beatings played the predominant part. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്തിനും അതുപോലെ തന്നെ ശരത്തിൻ്റെ അമ്മയ്ക്കൊന്നും ഈ ബോയിയുടെ ഒരു പ്രസൻസ് ഒന്ന് റീതിങ്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം അവൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നോട്ടി ബോയ്സുമായിട്ട് കമ്പനിയൊക്കെ ആയി. പിന്നെ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ഒരു വില്ലേജിൽ ഉള്ള ഒരു ഫ്രൂട്ട്സും ഇങ്ങനെ പഴുക്കാണെന്ന് തുടങ്ങി. ഇതിന് മുമ്പേ പറിച്ചൊക്കെ ഇടും, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ വില്ലേജിലെ ഒരു മോങ്കര ഡോഗുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആ വീട് തന്നെ തലകീഴായി മറിച്ചു. പക്ഷേ ആ വീട്ടിൽ കിരൺ മാത്രം ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കിരൺ ഇങ്ങനെ വിളിക്കും, തിയററ്റിക്കൽ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറയും, ക്ലോത്ത്സ് കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിരൺ ചെയ്യുമായിരുന്നു. പക്ഷേ ശരത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ബോയെ ബീറ്റ് ചെയ്യും, അങ്ങനെ ഒക്കെ കുസൃതി കാണിക്കും, അങ്ങനെയൊക്കെയുള്ള പരിപാടി ശരത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ബോയ്ക്ക് പക്ഷേ ഇതൊന്നും വിഷയമല്ല. അയാൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഈ വേൾഡ് എന്ന് പറയുന്ന ഈറ്റിങ്സിനും ബീറ്റിങ്സിനും ഉള്ളതാണ്. അതായത് ഈറ്റ് ചെയ്യാനും അതുപോലെ വീറ്റ് കിട്ടാനുള്ള സംഭവമാണ്. ഇറ്റ് വാസ് ഹാർഡ് ടു ടെൽ ഹിസ് ഏജ് from his face and his acts. His hairless, innocent face said he was about 14, but the smoke and words gushed out from his mouth suggested that he was beyond 17. But everyone treated him as a small boy. He showed the first signs of adulthood when he hesitated to be a lady companion to Kiran and to play the earlier feminine roles he had played. But his role as an acolyte to Kiran defended anything that came against him in the house. He had nothing to think about other than entertaining Kiran with his diverse performance. അപ്പോൾ അവൻ്റെ മുഖവും അവൻ്റെ ആക്ടിങ് കണ്ടിട്ടൊന്നും അവൻ്റെ ഒരു പ്രായം നമുക്ക് പറയാൻ പറ്റത്തില്ല. അവൻ്റെ മുടിയില്ലാത്ത മുഖമൊക്കെ കണ്ട് അവൻ്റെ ആ ഒരു ഓമനത്തൊക്കെ കണ്ടപ്പം ഒരു 10-14 വയസ്സ് അങ്ങനെ എനിക്ക് തോന്നത്തുള്ളൂ. പക്ഷെ അവൻ്റെ വായി എന്ന് പറയുന്നത് കേട്ടാൽ ഒരു 10-17 വയസ്സിന് മേലിലുള്ള ഒരു ഫീലാണ് ബാക്കിയുള്ളവർക്ക് കിട്ടുക. അവൻ കിരണിൻ്റെ മുമ്പ് അവന് മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന ഫെമിനിൻ റോൾസൊക്കെ ആക്ട് ചെയ്യാൻ ഒരു മടി കാണിക്കുന്നു. അപ്പം അവന് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഒന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ ചെയ്യേണ്ട ബാക്കിയൊന്നും അവൻ ചിന്തിക്കുന്നില്ല. കിരണിനെ എൻ്റർടൈൻ ചെയ്യുക, അത് മാത്രമാണ് അവൻ്റെ മനസ്സിൽ. കിരൺസ് എഫേർട്സ് ടു ഇൻക്ലൂഡ് സം സ്കോളസ്റ്റിക് എലമെൻറ്റ്സ് ഇൻ ഹിം ടേൺഡ് ഇൻ ടു ആഷസ് ആസ് ദ destitute youth figured out that even the alphabets were dancing in the mist in front of his eyes.
but he developed the skill of casting his eyes blank on the page in the books for hours as if reading it. He would read it aloud when a hint of human presence is somewhere around him, even though it sounded perfectly with full of trifling alliteration and feeblest meaning was beyond his comprehension. അതായത് കിരൺ കുറച്ച് അവനെ പഠിപ്പിക്കാനൊക്കെ ഉള്ള ചിന്തകൾ തുടങ്ങി. പക്ഷേ ആരെങ്കിലും അടുത്തില്ലെങ്കിൽ അവൻ ഇങ്ങനെ പുസ്തകം നോക്കി ഇങ്ങനെ ഇരുന്ന് മണിക്കൂറുകളാണെങ്കിൽ ചുമ്മാ ആയിരിക്കും. പക്ഷേ ആ ഒരു ഹ്യൂമൻ പ്രസൻസ് വന്നാൽ ഈ പുസ്തകങ്ങളൊക്കെ അവൻ ഉച്ചത്തിൽ വായിക്കുന്നതായിട്ട് കാണിക്കാൻ തുടങ്ങും. He felt everything to become music around him. The past life of the theoretical slave before the storm had completely faded out from his memory. The enchanting nature and the soothing presence of Hiran, who took up the roles of his sister and mother combined, became the music of his soul. And off from her, he would bring dozens of fresh complaints from his neighbors that eventually led to Sharath cuffing him. His spoiled followers would then come in search of him for some new ways of mischief. അതായത് അവൻ അവൻ്റെ ചുറ്റുമുള്ള എല്ലാം മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലേവായ അല്ലെങ്കിൽ തിയററ്റിക്കൽ സ്ലേവായ ഒരു ബോയ് ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നപ്പോൾ കിരൺ അവനൊരു സിസ്റ്ററും മദറും ഒക്കെ ഉള്ള ഒരു കമ്പൈൻഡ് രൂപത്തിലായി. പിന്നെ അവൻ്റെ സോങ്ങിലെ മ്യൂസിക്കുമായി ആരും കിരൺ. പക്ഷേ ഈ ബോയ് തന്നെ ഡസൻസ് ഓഫ് ഫ്രഷ് കംപ്ലയിൻസ് അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ കംപ്ലയിൻസ് കൊണ്ടുവരും. ഗ്രാമവാസികളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നെയ്ബേഴ്സിൽ നിന്നൊക്കെ ഉള്ള കംപ്ലയിൻറ്റ് ഈ ബോയ് കാരണം വീട്ടിലേക്ക് വരണുണ്ട്. ഇത് കാണുമ്പോൾ ശരത്തിന് ദേഷ്യം വരും അല്ലെങ്കിൽ ഉപദ്രവിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും. At that time, Sharath's younger brother Sadish came to spend vacation with them. Kiran was overjoyed by the presence of her brother-in-law of the same age, both always on the move, rollicking with pearls of laughter. She would ride monkey with vermilion on his back and he put pepper among her better. അപ്പോൾ ഈ സമയത്താണ് ശരത്തിൻ്റെ യങ്ങർ ബ്രദറായ സതീഷ് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ കിരണിന് ഇവൻ്റെ പ്രസൻസ് നല്ല സന്തോഷമാകും. കാരണം എന്ന് വെച്ചാൽ ഒരേ പ്രായത്തിലുള്ള ബ്രദറിലോ അങ്ങനെയുള്ള സന്തോഷങ്ങൾ. അതുപോലെ തന്നെ അവർ പരസ്പരം ഇങ്ങനെ ആദ്യം എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഒപ്പിക്കും. Meanwhile, no one know how a cloud of unexplained wilderness hovered over Nilkanta. He would thrash his devotees for no reason and kick his pet mongrel or smash the leaves and twigs harshly with canes. അപ്പോൾ പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല ഈ നീൽകണ്ഠയുടെ മനസ്സിലിങ്ങനെ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയ വൈൽഡർനെസ് വന്നത്. അതായത് കുറച്ച് കുരുത്തക്കേടുകളൊക്കെ വന്നത്. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ഡിവോട്ടീസിനെ അവൻ്റെ കൂട്ടുകാരൊക്കെ എന്തെന്നില്ലാതെ ഇങ്ങനെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ പെറ്റിനെയൊക്കെ കിക്ക് ചെയ്യും, ഈ കെയിൻസ് അല്ലെങ്കിൽ വടി വെച്ച് ഈ ഇലകളൊക്കെ അടിച്ച് പൊട്ടിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വന്നു. After Sadi's arrival, Kiran had seldom got much time to spare serving Nilkanta's meal, and she had been doing so generously as he had immense capacity of eating. After that he left the hall without eating much. He would repeatedly say, "I am not hungry," thinking that it would bring Kiran to press him to finish. That didn't happen. Soaking the pillow with his sobs became a usual occurrence. He jumped into the conclusion that some venomous trick of Sadish had made her angry against him. അപ്പോൾ സതീഷിൻ്റെ വരവിന് ശേഷം കിരൺ ഇവൻ അധികം ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നും. ആർക്ക് തോന്നും? ബോയ്ക്ക് തോന്നും, നീൽക്കണ്ടയ്ക്ക് തോന്നും. അവൻ പണ്ടൊക്കെയെന്ന് വെച്ചാൽ കിരൺ നല്ലോണം സെർവ് ചെയ്യുമായിരുന്നു, ഈ ബോയ് ഒരുപാട് കഴിക്കുമായിരുന്നു. അപ്പോൾ അവൻ ഇപ്പോഴെന്ന് വെച്ചാൽ ഹാളിൽ നിന്നൊക്കെ കുറച്ച് കഴിച്ചിട്ട് പോകുമ്പോൾ കിരൺ ചോദിക്കുമ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും നിർബന്ധിച്ച് കഴിപ്പിക്കുക എന്നുള്ളതൊക്കെ ചിന്ത നമ്മുടെ ബോയ്ക്ക് വന്നെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. Sadish didn't notice his covert ways of avenge, even though his soap disappeared from the steps of the bathing place or the dress floated past him as if blown by the wind. One day Kiran called Nilakanta to entertain Sadish. He kept mum and said that he couldn't remember anything. അപ്പോൾ കിരൺ ഇതിനെല്ലാം സതീഷിൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കുന്നുണ്ട്. അതായത് സതീശൻ കുളിച്ചോടിക്കുമ്പോൾ ആ സ്റ്റെപ്പിൽ നിന്നൊക്കെ സോപ്പ് മാഞ്ഞു പോവുക, അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൊളത്തിയിടുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കുന്നുണ്ട്. ഒരു ദിവസം കിരൺ ഇങ്ങനെ നീലകണ്ഠയെ വിളിച്ചിട്ട് പറഞ്ഞു സതീശിനെ എൻ്റർടൈൻ ചെയ്യാം, പക്ഷേ അവനെല്ലാം മറന്നു പോയി എന്നുള്ള മറുപടിയാണ് നീൽകണ്ഠ കൊടുത്തത്. The decision to return home made everyone busy packing up. Sadish was going with them, but Nilakanta remained unasked. Later, Kiran's proposal of taking him with them was strongly opposed
by the other members of the family. Finally, Kiran softly advised him to go back to his own home. This unexpected kindness made him burst into tears. Kiran couldn't stop joining him. But Sadish was terribly annoyed at the sight of this and said, that brat was cleverly discovered way to soften your hurt with a tear or two because you are too good and trustful. Nilkanta left the spot with a bleeding heart, seriously thinking about how to burn Sadish into ashes. അപ്പോൾ അപ്പോൾ കിരൺ വീട്ടിലേക്ക് പോയപ്പോൾ സതീഷ് കൂടെ പോകുന്നുണ്ട്. പക്ഷേ നീലകണ്ഠ വരണോ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ നീലകണ്ഠ വരണോ എന്ന് ആരും ചോദിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് കിരൺ നീലകണ്ഠനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അതായത് നീ തിരിച്ച് നിൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ആർക്ക്, നമ്മുടെ നീലകണ്ഠയ്ക്ക് ആദ്യം ഭയങ്കര നല്ല വിഷമം ഉണ്ടാവുകയും കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട് കിരണിനും അങ്ങനെ നല്ല രീതിയിൽ വിഷമം ഉണ്ടാകും. അപ്പോൾ സതീശൻ ആണ് ഇത് കേൾക്കുന്നത്, അത് നിൻ്റെ മനസ്സിലേക്ക് വേണ്ടി ജയിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവസാനം നീലകണ്ഠ ഒരു നല്ല രീതിയിൽ വിഷമമായി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയാണ്. എങ്ങനെ സതീശനെ കത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചാരമാക്കാം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ സതീശന് ഇങ്ങനെ റിവെഞ്ച് എടുക്കാനുള്ള ചിന്തകളുമായിട്ട് നീലകണ്ഠ വിഷമിച്ചിരിക്കുകയാണ്. Sadish had bought a grand inkstand with him, his great favorite from Calcutta. The ink pot was set on a pearl bolt drawn by a silver goose supporting a pen holder. Every day he cleaned it with added care. അപ്പോൾ സതീഷ് ഒരു ഇങ്ക് സ്റ്റാൻഡ്, ഒരു ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫേവറേറ്റാണ് സാധനം, കൽക്കത്തയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്തൊരു പേൾ ബോട്ടുണ്ട്, ഫ്രണ്ടിൽ സിൽവർ ഗൂസ്, അതായത് സിൽവറായ ഗൂസ് അരയെണ്ണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്ന, അതിനകത്തൊരു പെൻ ഹോൾഡറുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവമുള്ള ഒരു നല്ലൊരു ഇങ്ക് സ്റ്റാൻഡ് സതീഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും, നല്ല കെയറോടുകൂടി സതീഷ് ക്ലീൻ ചെയ്യും. The day before they were about to depart, the inkstand was missing. Sadish was furious and pounced upon the boy, shouting, "You have stolen my inkstand, you thief!" Nilkanta wobbled towards the wall with a swollen head. Kiran was greatly distressed at the scene and took him to another room and suggested, "Neelu, if you have taken it, I shall keep it there and block anyone making further fuss." To this, Nilkanta knelt down and weeping bitterly. A fierce battle of words followed between Kiran on one side and Sharath and Sadish on the other. Sadish wanted to search his room and she responded violently with tears. You dare that at once settle the matter. അപ്പോൾ അവർ ഡിപ്പാർട്ട് ചെയ്യുന്നതിൻ്റെ ദിവസം, അതായത് തലേ ദിവസം ഈ ഇങ്ക് സ്റ്റാൻഡ് മിസ്സിങ് ആയി. അപ്പോൾ എല്ലാവരും പറഞ്ഞെന്താ, ഇത് ബോയ് ആണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മുടെ കിരൺ ഈ നീലകണ്ഠയെ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീലു നീയാണോ ഈ സാധനം എടുത്തെങ്കിൽ നീ എൻ്റെ ഞാൻ കൊണ്ട് വെച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം സതീശും ശരത്തും എല്ലാവരോടും ഒന്ന് പറയുന്നു, അവൻ്റെ റൂം ചെക്ക് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും കിരൺ അവർക്ക് നേരെ തിരിയുന്നുണ്ട്. Kiran's heart overflowed with pity on the homeless lad. She got 2 new suits of clothes, a pair of shoes and a bank note and wanted to place them into his box as a surprise gift. When she unlocked the box, the lid suddenly sprung up with all those petty things of jumbling. The gift would not go in. She started pulling out everything to place them in order. There at the bottom layer of linen, and under it emerged a missing inkstand, goose and all. Kiran stood helplessly with the inkstand, puzzled. അപ്പോൾ കിരൺ ഇങ്ങനെ നല്ല വിഷമമൊക്കെ തോന്നി അവസാനം 2 പെയർ ഓഫ് ക്ലോത്ത്സും ഷൂസും ബാങ്ക് നോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അവൻ്റെ ബോക്സിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിരൺ ഈ ബോക്സ് എടുത്തപ്പോൾ അതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി വയ്ക്കാൻ നോക്കിയപ്പോൾ അടിയിൽ ഈ കാണാതായ ഇങ്ക് സ്റ്റാൻഡ് ഇരിക്കുന്നു. Behind Kiran stood Nilkanta, shocked as if he was hit by a heavy hammer on his head. His last hope of proving him not a thief,
hit the dust. Actually, he took the inkstand as a revenge to throw it into the river. Now there is no way to convincing his mistress. He somehow managed to leave the room without Kiran's noticing him. Kiran, with a deep sigh, placed the box back in the box well, the gift on the top of all, and closed the box. അപ്പോൾ ഇത് ആർക്ക് നമ്മുടെ കിരണിന് കിട്ടിയത് സമയത്ത് തന്നെ നീലകണ്ഠ ബേക്കിൽ എത്തി ഇത് കാണുന്നുണ്ട്, ഇതൊക്കെ കിട്ടിയെന്ന്. പക്ഷേ നീലകണ്ഠ ഇത് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഈ സതീശിനുള്ള റിവഞ്ചായിട്ട് ഇത് റിവറിൽ എറിയാനായിട്ടാണ് എടുത്തത്. പക്ഷേ ഇത് അവന് എറിയാനുള്ള സാഹചര്യം കിട്ടാതെ ബോക്സിൽ വെക്കുകയായിരുന്നു. അപ്പോൾ ഇനി കിരണിനെ കൺവിൻസ് ചെയ്യാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ആരും കാണാതെ നീലകണ്ഠ അവിടെ നിന്ന് എങ്ങനെയും മാറിപ്പോവുകയാണിപ്പോൾ. പക്ഷേ കിരൺ എന്തായതെന്ന് വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് അടച്ചു വെച്ചിട്ട് അവസാനം ഗിഫ്റ്റും വെച്ച് ഈ ബോക്സ് ക്ലോസ് ചെയ്തു. The next day, the boy was nowhere to be found. Even the police couldn't find him. Sharath urged for searching in his box to know more about him, but Kiran's refusal forced him to withdraw. She took the missing things and threw them in the river. Though the family returned to their own home, Nilakantha's starving mongrel crowded along the river bank with heart-breaking whines. അപ്പോൾ പിറ്റേ ദിവസം ആ ബോയ് അവിടെ എങ്ങും ആർക്കും കാണാൻ പറ്റിയില്ല. ശരത്ത് ഈ അവൻ്റെ പെട്ടിയൊക്കെ തുറന്നു നോക്കാൻ നോക്കി. പക്ഷേ കിരൺ ഇതൊക്കെ റെഫ്യൂസ് ചെയ്തു. പോലീസിന് പോലും ഇവനെ കണ്ടെത്താൻ പറ്റിയില്ല. പിറ്റേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരെല്ലാം അവരുടെ യഥാർത്ഥ വീട്ടിലേക്ക് പോവുകയും നീലകണ്ഠ സ്റ്റാവിങ് മോഗ്രൽ അവൻ്റെ ഒരു പെറ്റുണ്ടല്ലോ അതിങ്ങനെ റിവർ ബാങ്കിൽ കൂടെ നടന്നു പോകുന്നത്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ.